സമയം ഇങ്ങനെ 9 മണി കഴിഞ്ഞിരിക്കുകയാണ്. കേട്ടോണ്ടിരിക്കുകയാണ് ക്ലബ് ഓഫ് 104.8 കൂടെ ഞാൻ വിനു. അപ്പോൾ കുറച്ച് മുന്നേ പറഞ്ഞു ഇനി കുറച്ച് പട്ടാള വിശേഷം കേൾക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് രാജ്യത്തെ സേനകളിലെ വിമുക്ത ഭടന്മാരുടെ ദിനം കൂടിയാണ്. നമ്മുടെ ആലപ്പുഴയിൽ ഒരു സംഘടനയുണ്ട്. സംഘടനയുടെ പേര് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്നാണ്. ഈ സംഘടനയുടെ പ്രസിഡന്റാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു. എന്റെ പേര് മനോജ് കരിമുളക്കൽ എന്നാണ്. സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന സൈനിക കൂട്ടായ്മയുടെ പ്രസിഡന്റ് ആയിട്ടാണ് ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത്. പ്രസിഡന്റ്, ഒരുപാട് സന്തോഷം. കാരണം ഈ ഒരു പേര് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ ഒരു പേരിടാൻ കാരണം? ആലപ്പുഴ അറിയപ്പെടുന്നത് കിഴക്കിന്റെ വെനീസ് എന്നാണല്ലോ. അപ്പോൾ അങ്ങനെ ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് കിഴക്കിന്റെ വെനീസിന്റെ സൈനിക കൂട്ടായ്മ എന്ന പേരിലാണ് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന് പേരിട്ടത്. തീർച്ചയായിട്ടും. അപ്പൊ ഇന്ന് വിമുക്ത ഭടന്മാരുടെ ദിനമാണ്. എത്ര നാളായി സർവീസ് റിട്ടയർഡ് ആയിട്ട്? ഞാൻ 2023 മെയ് മാസം 31 തീയതിയാണ് സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തത്. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഈ ഒരു സംഘടന ഉണ്ടായിരുന്നോ? നേരത്തെ ഉണ്ടായിരുന്നു? എന്തായിരുന്നു ഈ സംഘടന? 2018 പ്രളയകാലത്ത് ആണ് ഈ സംഘടനയുടെ രൂപീകരണം. ആദ്യം അത് പ്രളയം വളരെയേറെ കൊടുമ്പിരിക്കൊണ്ട് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ചത് ആലപ്പുഴ ജില്ലയിലെ ആളുകളാണ്. അപ്പോൾ ആലപ്പുഴ ജില്ലയിൽ അന്ന് അവധിക്ക് വന്ന സൈനികരും റിട്ടയർ ആയിരുന്ന സൈനികരും എല്ലാവരും കൂടി ഈ പ്രളയ ദുരിത ബാധിതരെ സഹായിക്കാൻ വേണ്ടി ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കി. ആ വാട്സപ്പ് കൂട്ടായ്മയിലെ നമ്മുടെ ആർമിയിലെ പട്ടാളത്തിലെ എല്ലാ വിഭാഗങ്ങളും ഉണ്ട്. അതിലിപ്പോ പ്രളയ ദുരിതാശ്വാസത്തിലെ സ്പെഷ്യലൈസ് ചെയ്ത് ഒരുപാട് നമ്മുടെ സൈനികർ അതിലുണ്ടായിരുന്നു. അപ്പൊ അവരെല്ലാവരോടും ചേർന്ന് പ്രളയ ദുരിതത്തിൽ കഷ്ടത അനുഭവിച്ചവരെ റെസ്ക്യൂ ഓപ്പറേഷൻസിലും റിഹാബിലിറ്റേഷനിലും അവരുടെ ക്യാമ്പ് സെറ്റപ്പിലും എല്ലാ കാര്യങ്ങളിലും വളരെ സജീവമായിട്ട് അവർ സഹായങ്ങൾ എത്തിച്ചു കൊടുത്തു. അപ്പോൾ പ്രളയം കാലം കഴിഞ്ഞതിന് ശേഷവും ഈ വാട്സപ്പ് കൂട്ടായ്മ തുടർന്നു. അങ്ങനെ പിന്നെ ഇത് 2020 സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ചാരിറ്റബിൾ സൊസൈറ്റി എന്ന പേരിൽ രജിസ്റ്റർ ചെയ്ത് കൂടുതൽ വിപുലമായിട്ട് പ്രവർത്തനം ആരംഭിച്ചത്. ഓക്കെ. ഇന്ന് വിമുക്ത ഭടന്മാരുടെ ദിവസം കൂടിയാണ്. സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്ന സംഘടനയുടെ വിശേഷമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ക്ലബ് ഓഫ് 104.8 കൂടെ ഞാൻ വിനു. ബാക്കി വിശേഷങ്ങൾ വഴിയെ കേൾക്കാം. നമ്മളോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ പ്രസിഡന്റായ മനോജ് കരിമുളക്കലാണ്. ഇന്ന് വിമുക്ത ഭടന്മാരുടെ ദിനമാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിച്ച അല്ലെങ്കിൽ ഇപ്പോഴും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രയോ ജവാന്മാരുണ്ട്. എന്തായാലും ഒരു സംഘടനയുടെ വിശേഷം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ആലപ്പുഴയുടെ സ്വന്തം സംഘടനയാണ്. ഇതിന്റെ പേര് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് എന്നാണ്. കേട്ടുകൊണ്ടിരിക്കുകയാണ് ക്ലബ് ഓഫ് 104.8 കൂടെ ഞാൻ വിനു. അപ്പോൾ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ പ്രസിഡന്റായ മനോജ് കരിമുളക്കിലാണ് വിശേഷങ്ങളുമായിട്ട് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഈ ഒരു സംഘടനയിൽ ഇപ്പോൾ നിലവിൽ എത്ര മെമ്പേഴ്സ് ഉണ്ട്? ഇപ്പോൾ ഈ നിലവിൽ ഈ സംഘടനയിലെ 1000 മെമ്പർമാരോളം ഉണ്ട്. ഏറ്റവും സജീവമായിട്ട് 540ഓളം അംഗങ്ങൾ സജീവമായിട്ടുണ്ട്. മെമ്പർമാരായിട്ട് 1000 അംഗങ്ങളോളം. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഇതിലുള്ളത്? അതെ, തീർച്ചയായിട്ടും. ആലപ്പുഴ ജില്ലയിലെ സൈനിക അർദ്ധസൈനിക കൂട്ടായ്മയാണ് സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ്. ഇതിൽ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി ഫോഴ്സസുകളായ BSF, CRPF, CISF, ഗ്രഫ് തുടങ്ങിയ എല്ലാ വിഭാഗങ്ങളിലുമുള്ള വിരമിച്ചവരും സർവീസിലുള്ളവരും ആയ സൈനികർ അംഗങ്ങളാണ്. അപ്പൊ സർവീസിലുള്ളവർക്കും ഇതിന്റെ ഭാഗമാകാൻ സാധിക്കും? റിട്ടയർഡ് അവർക്ക് മാത്രമല്ല, സർവീസിലുള്ളവർ കൂടി ഇതിൽ അംഗങ്ങളാകാം. പക്ഷേ അവര് അവധിക്ക് നാട്ടിൽ വരുമ്പോൾ മാത്രമാണ് ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാറുള്ളത്. ശരി. ഇപ്പൊ നിലവിൽ ഇതിൽ ഏറ്റവും പ്രായം കൂടിയ ആളുണ്ടെങ്കിൽ എത്ര വയസ്സുള്ള ആളാണ് ഏറ്റവും പ്രായം കൂടിയ ആൾ ഈ സംഘടനയിൽ? നമ്മുടെ ഈ സംഘടനയിൽ ഏറ്റവും പ്രായം കൂടിയ ആള് 74 വയസ്സുള്ള ഭാസ്കരൻ പിള്ള, സേനാ മെഡൽ കിട്ടിയ ആളാണ്. അദ്ദേഹമാണ് ഏറ്റവും പ്രായം കൂടിയ ആൾ. 74 വയസ്സുള്ള ഭാസ്കരൻ പിള്ള സാറാണ് ഏറ്റവും പ്രായം കൂടിയ ആൾ. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ മുതിർന്ന കാരണവർ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അദ്ദേഹത്തിനെ. തീർച്ചയായിട്ടും. ഓക്കെ. അപ്പോൾ ഇന്ന് വിമുക്ത ഭടന്മാരുടെ ദിനം കൂടിയാണ്. ഈ ദിവസം വേറെ എന്തെങ്കിലും പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നുണ്ടോ? എന്തൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ? ഇന്ന് തീർച്ചയായിട്ടും നമ്മുടെ മാവേലിക്കര ചെന്നിത്തല CSD ക്യാൻറ്റീനിലെ ഇന്ന് വെറ്ററൻസ് ഡേ ആഘോഷം സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിലെ വീർനാരികളെയും യുദ്ധത്തിൽ മരിച്ചുപോയ ആളുകളുടെ വിധവകളെയും അവരെ വീർനാരീസ് എന്നാണ് ആർമി ഭാഷയിൽ പറയുന്നത്, വീർനാരീസ്. അപ്പൊ അവരെയും ഗാലൻട്രി അവാർഡ് വിന്നേഴ്സിനെയും ഒക്കെ ആദരിക്കുന്നുണ്ട്. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു സൈനിക കൂട്ടായ്മ അവിടെ ഉച്ചയ്ക്ക് വിഭവസമൃദ്ധമായ ഒരു സദ്യയൊക്കെ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര, കാർത്തികപ്പള്ളി ഈ ഏരിയയിലുള്ള എല്ലാ സൈനികരും CSD ക്യാൻറ്റീനിൽ ഇന്ന് ഒത്തുകൂടുന്നുണ്ട്. അവിടെ ഒരു സംഗമം ഉണ്ട്. തീർച്ചയായിട്ടും ഇതിനെ പരിചയപ്പെടാൻ സാധിച്ചില്ല, സംസാരിക്കാൻ സാധിച്ചില്ല. ഒരുപാട് സന്തോഷം. എനിക്കും ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു പണ്ട് പട്ടാളക്കാരനാകണമെന്ന്, പക്ഷേ നടന്നിട്ടില്ല. പക്ഷേ ഒരു പട്ടാളക്കാരനോട് സംസാരിച്ച് വല്ലാത്തൊരു ഫീലാണ്. ഈ ഒരു ഗ്രൂപ്പിലെ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിലെ എല്ലാ മെമ്പേഴ്സിനോട് അന്വേഷണം പറയുക, വലിയൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുക അവർക്ക്. തീർച്ചയായിട്ടും വളരെ സന്തോഷം. ഞങ്ങളുടെ ഇങ്ങനെയുള്ള സൈന്യത്തിൽ ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ രാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ യൗവനം ഞങ്ങൾ രാജ്യത്തിന് വേണ്ടി സമർപ്പിച്ചവരാണ്. അപ്പോ ഈ രാജ്യസേവനത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഈ സമൂഹ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിലെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞങ്ങൾ ഈ സംഘടനയിലെ എല്ലാ ആളുകളും ഇതിൽ ചേരുന്നതും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ
പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കും. ഞങ്ങൾ എല്ലാ മാസവും ഈ കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് ജീവകാരുണ്യം ഈ ജനുവരി 1-ാം തീയതി 10 ആലപ്പുഴ ജില്ലയിലെ 10 കഷ്ടത അനുഭവിക്കുന്ന ആളുകൾക്ക് 10,000 രൂപ വീതം 1,00,000 രൂപ ഞങ്ങൾ സഹായധനമായിട്ട് നൽകിക്കൊണ്ടാണ് ഞങ്ങൾ സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ന്യൂ ഇയർ ആഘോഷിച്ചത്. ഓക്കെ, ഒരുപാട് സന്തോഷം. പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോട്ടെ. ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകൾ നേരുകയാണ്. വളരെ സന്തോഷം. അങ്ങയോട് സംസാരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം സർ, വളരെ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സോൾജേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസിന്റെ പ്രസിഡന്റായ മനോജ് കരിമുളക്കിലായിരുന്നു ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് വിമുക്ത ഭടന്മാരുടെ ദിനമാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് ക്ലബ് ഓഫ് 104.8 കൂടെ ഞാൻ വിനു. ടൺ കണക്കിന് ഫൺ, ടൺ കണക്കിന് മ്യൂസിക്.